ചിങ്ങം രാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഒരു നിമിഷം. ഈ വീഡിയോ കാണാൻ തുടങ്ങിയ ആ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് മാറാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. പക്ഷേ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ സ്വയം ഞെട്ടിപ്പോകും. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ ജ്യോതിഷ കാര്യമല്ല. ഇത് ഒരു രഹസ്യമാണ്. ഒരു ആകാശ രഹസ്യം. 150 വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രഹസംയോഗം ഇപ്പോൾ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുകയാണ്. ഈ ഒരു ശക്തി, ഈ ഒരു ഊർജം, ഇത് നിങ്ങൾക്കായി മാത്രം കാത്തിരിക്കുകയായിരുന്നു. ദൈവം തന്നെ ഒരുക്കിവെച്ച ഒരു നിമിഷം. ഇത് അറിയാതെ പോകരുത്. ചിങ്ങം രാശി, ഇത് ഒരു സാധാരണ രാശിയല്ല. സൂര്യൻ അധിപനായ ഈ രാശിക്ക് എന്നും ഒരു പ്രത്യേകതയുണ്ട്. ഒരു തേജസ്സുണ്ട്, ഒരു ആത്മബലമുണ്ട്. ജീവിതത്തിൽ എത്ര കഷ്ടതകൾ വന്നാലും, എത്ര തിരിച്ചടികൾ ഉണ്ടായാലും ചിങ്ങം രാശിക്കാർ ഒടുങ്ങില്ല. അവർ വീണ്ടും എഴുന്നേൽക്കും. അവർ വീണ്ടും തിളങ്ങും. കാരണം അവർക്ക് ഉള്ളിൽ ഒരു ജ്വാലയുണ്ട്, ഒരു തീയുണ്ട്. അത് ഒരിക്കലും കെടില്ല. പക്ഷേ ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളായി ചിങ്ങം രാശിക്കാർക്ക് ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടോ? ചില ദിവസങ്ങളിൽ കാരണമില്ലാതെ ദുഃഖം വരുന്നുണ്ടോ? ഉറക്കം ശരിക്കും വരുന്നില്ലേ? ചിന്തകൾ നിൽക്കുന്നില്ലേ? ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. ഇത് ഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. ഗ്രഹങ്ങൾ നിങ്ങളെ ഒരു വലിയ മാറ്റത്തിനായി ഒരുക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് വരുന്നതിനു മുമ്പ് അന്തരീക്ഷം ശാന്തമാകും. അല്ലേ? ഇതും അതുപോലെ തന്നെ. ഇപ്പോൾ ആകാശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഗുരു ഭഗവാൻ, ദേവഗുരു, ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അധിപൻ, അദ്ദേഹം ഇപ്പോൾ ഒരു അതിനിർണായക സ്ഥാനത്ത് നിൽക്കുകയാണ്. ഗുരുപെയർച്ചി. ഇത് ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിവ് ഉണ്ടാക്കും. ഒരു വലിയ തുടക്കം, ഒരു വലിയ അവസരം. ഗുരു ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ഭവനം ഭരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മാറ്റമുണ്ടാകും. ജ്ഞാനം വർദ്ധിക്കും, ധനം വർദ്ധിക്കും, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടും. ഇതെല്ലാം ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ ഒരേ സമയത്ത് ഉണ്ടാകാൻ പോകുന്നു. ഒപ്പം ശനി ഭഗവാനും, കർമ്മഫലദാതാവ്. ശനി ഇപ്പോൾ ഒരു സൂക്ഷ്മസ്ഥാനത്ത് ഇരിക്കുകയാണ്. ശനി ഒരിക്കലും ദ്രോഹിക്കില്ല. ശനി നമ്മെ ശുദ്ധമാക്കും. ഒരു അഗ്നിയിലൂടെ കടന്നുപോകുമ്പോൾ സ്വർണം ശുദ്ധമാകും. അല്ലേ? ശനി ചിങ്ങം രാശിക്കാരെ ആ അഗ്നിയിലൂടെ കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടത്, ഇതുവരെ കരഞ്ഞത്, ഇതുവരെ സഹിച്ചത് ഒന്നും പോകില്ല. ശനി അതിന്റെ ഫലം തരും. കൃത്യമായി തരും. രാഹുവും കേതുവും, ഛായാഗ്രഹങ്ങൾ, ഇവ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു അദൃശ്യ ശക്തിയായി പ്രവർത്തിക്കുന്നു. രാഹു ആഗ്രഹങ്ങളെ ജ്വലിപ്പിക്കും. ആഗ്രഹങ്ങൾ ശക്തമാകും. ഉള്ളിൽ ഒരു വലിയ കൊതി ഉണ്ടാകും. ജീവിതത്തിൽ കൂടുതൽ ഉയരാൻ, കൂടുതൽ നേടാൻ. ഇത് ദോഷമല്ല. ഇത് ഒരു ഉണർവാണ്. ആ ഉണർവ് ഉപയോഗിക്കണം. കേതു ആത്മീയ ജ്ഞാനം നൽകും. ഉള്ളിൽ ഒരു ദൈവചൈതന്യം ഉണർന്നെഴുന്നേൽക്കും. ദൈവത്തോടുള്ള അടുപ്പം കൂടും. ഇത് ഒരു ആശീർവാദമാണ്. ഗ്രഹദശ. ഗ്രഹദശ എന്നത് ഒരു ഭരണകാലമാണ്. ഒരു ഗ്രഹം ഭരിക്കുന്ന കാലത്ത് ആ ഗ്രഹത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ജീവിതത്തിൽ കൂടുതൽ ദൃശ്യമാകും. ചിങ്ങം രാശിക്കാർ ഇപ്പോൾ ഏത് ദശയിൽ ആണെന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പക്ഷേ ഈ ഒരു ഗ്രഹസഞ്ചാര ഘടന, ഈ ഒരു ആകാശക്രമം, ഇത് ചിങ്ങം രാശിക്കാർക്ക് ഒരു പൊതുഫലം നൽകും. ഒരു പൊതു ഊർജം നൽകും. ആ ഊർജം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി ഞാൻ ജോലിയെക്കുറിച്ച് പറയട്ടെ. ചിങ്ങം രാശിക്കാർക്ക് ജോലി മേഖലയിൽ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഉറപ്പില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടോ? ജോലി ശരിയാകുമോ? ഇപ്പോഴുള്ള ജോലി തുടരുമോ? ഒരു സ്ഥലം മാറ്റമുണ്ടാകുമോ? ഒരു പ്രൊമോഷൻ ഉണ്ടാകുമോ? ഇതെല്ലാം മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ടോ? ഇനി ആ ചിന്തകൾ നിർത്തൂ. കാരണം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ഉത്തരം തരാൻ തയ്യാറായിരിക്കുന്നു. അടുത്ത 30 നാളുകൾ, ഈ ഒരു കാലം ചിങ്ങം രാശിക്കാർക്ക് ജോലി മേഖലയിൽ ഒരു വലിയ സ്ഥിതി മാറ്റമുണ്ടാകും. ദീർഘനാളായി കാത്തിരുന്ന ഒരു അംഗീകാരം കിട്ടും. ഒരു ഉത്തരവ് വരും. ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളെ ശ്രദ്ധിക്കും. ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ നിങ്ങളുടെ ജോലി കാണും. നിങ്ങളുടെ കഴിവ് തിരിച്ചറിയും. ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന നിങ്ങൾ ഇനി ശ്രദ്ധിക്കപ്പെടും. ഇനി തിളങ്ങും. ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഒരു വലിയ ശുഭവാർത്ത ഉണ്ട്. ഇക്കഴിഞ്ഞ നാളുകളിൽ ബിസിനസ് ഒന്ന് മന്ദഗതിയിൽ ആയിരുന്നോ? വരുമാനം കുറഞ്ഞിരുന്നോ? ചില കരാറുകൾ ഒടുവിൽ ഒന്നും ആകാതെ പോയിരുന്നോ? ഇനി ആ ഘട്ടം കഴിഞ്ഞു. ഇനി ഒരു പുതിയ ഘട്ടം തുടങ്ങുകയാണ്. ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകും. ഒരു പുതിയ പങ്കാളി ഉണ്ടാകും. ഒരു പുതിയ വാതിൽ തുറക്കും. ഈ ഒരു അടുത്ത 21 നാളുകൾ ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഒരു നിർണായക കാലമാണ്. ഈ കാലത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ അവസരം, ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ആ ഒരു അവസരം നിങ്ങളുടെ ബിസിനസിന്റെ ഗതി മാറ്റും.
പളം, ധനം, ലക്ഷ്മി ദേവിയുടെ കൃപ. ഇതെല്ലാം ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു നല്ല ദിശയിലാണ്. ഗുരു ധനഭവനത്തിൽ ഒരു ദൃഷ്ടി നൽകുന്നു. ഈ ദൃഷ്ടി ഒരു വരദാനമാണ്. ദീർഘനാളായി ഉടക്കിക്കിടന്ന പണം, ആരോ തടഞ്ഞു വെച്ചിരുന്ന ഒരു ധനം ഇനി ലഭിക്കും. ഒരു കടം തീരും, ഒരു ലോൺ ഒതുക്കാൻ കഴിയും, ഒരു നിക്ഷേപം ഫലം തരും. ഇതെല്ലാം ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടാകും. ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ ധനം ലഭിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ ധനം ബുദ്ധിയോടെ ഉപയോഗിക്കണം. ദുർവ്യയം ചെയ്യരുത്. ചിന്തിച്ചു മുടക്കണം. കാരണം ഇന്ന് ഉള്ള ഒരു ശ്രദ്ധ നാളെ ഒരു വലിയ ഐശ്വര്യം ആകും. ഇനി ബന്ധങ്ങൾ ഇലേക്ക് വരാം. ചിങ്ങം രാശിക്കാർ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധം, ഒരു പ്രത്യേക ബന്ധം ഇപ്പോൾ ഒരു മുഖ്യ ഘട്ടത്തിൽ ഉണ്ട്. ആ ബന്ധം ഒന്ന് ഊട്ടിയുറപ്പിക്കപ്പെടും, ഒന്ന് ഗഹനമാകും. ഒരു ദൂരെ ഇരുന്ന ആൾ, ഒരു ദൂരം ഉണ്ടായിരുന്ന ബന്ധം ഇനി അടുക്കും, ഇനി ഉറക്കും. വിവാഹം ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു 21 ദിവസം ഒരു ചർച്ച ഉണ്ടാകും, ഒരു ആലോചന ഉണ്ടാകും, ഒരു മുഹൂർത്തം ഉണ്ടാകും. ഇത് 100% ഉണ്ടാകും. ദൈവകൃപ അതിനായി ഒരുങ്ങി നിൽക്കുന്നു. ഈ നിമിഷം ദൈവത്തോട് ഒരു പ്രാർത്ഥന ചെയ്യൂ. ഒരു ഒറ്റ വാക്ക് മതി. ഹൃദയത്തിൽ നിന്ന് ചൊല്ലൂ, ദൈവം കേൾക്കും. പ്രണയജീവിതം. ഇവിടെ ചിങ്ങം രാശിക്കാർക്ക് ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. ഗ്രഹനില ഒരു ചെറിയ ആശയ വ്യത്യാസത്തിന്റെ സൂചന കാണിക്കുന്നു. ഒരു ചെറിയ തർക്കം ഉണ്ടാകും, ഒരു ചെറിയ അകൽച്ച ഉണ്ടാകും. പക്ഷേ ആ അകൽച്ച ദീർഘനേരം ഉണ്ടാകില്ല. ക്ഷമ കൈകൊള്ളൂ, വാക്കുകൾ ശ്രദ്ധിക്കൂ. കാരണം ഒരു ചൂടൻ വാക്ക് ഒരു ബന്ധം തകർക്കും. ഒരു മൃദുവാക്ക് ഒരു ബന്ധം ഉണ്ടാക്കും. ഈ ഒരു ഇടവേളയിൽ ക്ഷമ തന്നെ ശക്തി, ക്ഷമ തന്നെ വിജയം. കുടുംബജീവിതം. ഇവിടെ ഒരു ശുഭവർദ്ധന ഉണ്ടാകും. വീട്ടിൽ ഒരു സന്തോഷവാർത്ത വരും. ഒരു ആഘോഷം ഉണ്ടാകും, ഒരു ഒത്തുകൂടൽ ഉണ്ടാകും. ദീർഘനാളായി ഒരു വിഷമത്തിൽ ആയിരുന്ന ഒരു കുടുംബകാര്യം ഇനി ഒരു പരിഹാരം കണ്ടെത്തും. ഒരു തർക്കം അവസാനിക്കും. ഒരു സ്വത്ത് കേസ്, ഒരു ഭൂമി കേസ്, ഇവ ഇനി ഒരു ദിശ കണ്ടെത്തും. ദൈർഘ്യം ഉണ്ടാകും, പക്ഷേ ഒടുവിൽ ജയം ചിങ്ങം രാശിക്കാർക്ക് തന്നെ ആയിരിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ നൽകണം. ഉദരം, ധനം, ഇവ ഒന്ന് ശ്രദ്ധിക്കൂ. ഭക്ഷണക്രമം ഒന്ന് ശ്രദ്ധിക്കൂ. വൈകുന്നേരം ഭക്ഷണം ഒന്ന് ലഘുവാക്കൂ. ഉറക്കം ഒരു നിത്യചര്യ ആക്കൂ. കാരണം ഒരു ആരോഗ്യഘട്ടം ഇപ്പോൾ ഒരു ചെറിയ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഇത് ഒരു വലിയ അസുഖമല്ല, ഒരു ചെറിയ ശ്രദ്ധ, ഒരു ചെറിയ മുൻകരുതൽ, അത് മതി. മനോ ആരോഗ്യം. ഇവിടെ ഒരു ഉണർവ് ഉണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനഃക്ഷോഭം ഉണ്ടായിരുന്നോ? ഒരു ഉത്ഭ്രമം ഉണ്ടായിരുന്നോ? ഇനി ആ ഘട്ടം മാറും. ഒരു ആന്തരിക ശാന്തി ഉണ്ടാകും, ഒരു ആന്തരിക ഉറപ്പ് ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യം. വിദ്യ അഭ്യസിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഒരു ശുഭഫലം കാത്തിരിക്കുന്നു. ഒരു പരീക്ഷ, ഒരു ഫലം, ഒരു അംഗീകാരം, ഇത് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം ഉണ്ടാകും, ഒരു ഒഴിവ് ഉണ്ടാകും, ഒരു വഴി ഉണ്ടാകും. ആ വഴി ഉപയോഗിക്കൂ. ഭയപ്പെടരുത്. ഗുരു ഭഗവാൻ ജ്ഞാനത്തിന്റെ ദേവനാണ്. ഗുരുവിന്റെ ദൃഷ്ടിയുള്ള ഒരു ഘട്ടത്തിൽ വിദ്യ ഒരിക്കലും ഫലം ഇല്ലാതെ ആകില്ല. വിദേശ അവസരം. ഈ ഒരു 21 ദിവസം ചിങ്ങം രാശിക്കാർക്ക് ഒരു വിദേശ ബന്ധം ഉണ്ടാകും. ഒരു വിദേശാൾ, ഒരു വിദേശ ഓഫ്, ഒരു വിദേശാശയം. ഇത് ഒരു ഫോൺ കോൾ ആയി വരും, ഒരു സന്ദേശം ആയി വരും, ഒരു ഇമെയിൽ ആയി വരും. ഈ ഒരു ദൂതിനെ ശ്രദ്ധിക്കൂ. ഇത് ഒരു ദൈവദൂതാകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കാം. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലം ഒരു അനുകൂല ഘട്ടമാണ്. ഒരു ഇന്റർവ്യൂ, ഒരു അനുവദനം, ഇവ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ആത്മീയ വളർച്ച. ഈ ഒരു ഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകും. ദൈവത്തോടുള്ള ഒരു ആകർഷണം കൂടും. ക്ഷേത്ര ദർശനം, ഭജനം, ധ്യാനം, ഇവ ഒരു ആനന്ദം ആകും. ഒരു ആത്മജ്ഞാനി ഉണ്ടാകും ജീവിതത്തിൽ. ഒരു ഗുരു ഉണ്ടാകും. ഒരു ആത്മബോധം ഉണ്ടാകും. കേതുഗ്രഹം ഇതിനു കൂട്ടായി ഉണ്ട്. കേതുവിന്റെ ദൃഷ്ടിയുള്ള ഒരു ആൾക്ക് ആത്മജ്ഞാനം സ്വാഭാവികമായി ലഭിക്കും. ഈ ഒരു ആത്മജ്ഞാനം, ഈ ഒരു ആന്തരിക ശക്തി, ഇത് ചിങ്ങം രാശിക്കാർക്ക് ഇനി ഒരു ആയുധമാകും. ജീവിതത്തിൽ ഏത് വെല്ലുവിളി ഉണ്ടായാലും ആ ആത്മശക്തി ഉണ്ടെങ്കിൽ ഒന്നിനെയും ഭയക്കേണ്ട. ഒളിഞ്ഞ അപകടങ്ങൾ. ഒരു ജ്യോതിഷി ഒരിക്കലും ഭയം ഉണ്ടാക്കാൻ വേണ്ടി ഇത് പറയില്ല. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധ കൈക്കൊള്ളണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ ശത്രുഭയം ഉണ്ട്. ഒരു ആൾ, നിങ്ങൾ അറിയുന്ന ഒരാൾ, ഒരു അടുത്ത ആൾ നിങ്ങൾക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നു. ഇത് ഒരു ഗ്രഹസൂചനയാണ്.
ഈ ഘട്ടത്തിൽ എല്ലാ ആൾക്കാരെയും വിശ്വസിക്കരുത്. ഒരു രഹസ്യകാര്യം, ഒരു ധനകാര്യം, ഇവ ഒരു അടുത്ത ആളോടും പ്രകടിപ്പിക്കരുത്. ജാഗ്രത്. ഈ ഒരൊറ്റ വാക്ക് ഓർക്കൂ. ഇനി ഏറ്റവും ഗഹനമായ ഭാഗത്തേക്ക് വരാം. ചിങ്ങം രാശിക്കാരെ, അടുത്ത 7 ദിവസം. ഈ 7 ദിവസം ഒരു ആകാശ ഉണർവ് ആണ്, ഒരു ദൈവ ഇടപെടലാണ്. ഈ 7 ദിവസത്തിൽ 1 അല്ല, 2 അല്ല, 3 നിർണായക സംഭവങ്ങൾ ഉണ്ടാകും. ഈ 3 സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകും. മുതൽ ഘട്ടം. ആദ്യത്തെ സംഭവം. ഒരു ദൂരെ ഇരുന്ന ഒരാൾ. ഒരു ദൂരെ ഇരുന്ന ഒരു ആൾ. ഒരു ദൂരെ ഇരുന്ന ഒരു ആൾ. ദൈർഘ്യം ഉണ്ടായിരുന്ന ഒരു ആൾ. ഒരു ബന്ധു. ഒരു സ്നേഹിതൻ. ഒരു ജോലി ബന്ധം. ഈ ഒരാൾ ഒരു ദൂരത്ത് ഉണ്ടായിരുന്ന ആൾ. ഈ ഒരാൾ ഉടനെ ബന്ധപ്പെടും. ഒരു ഫോൺ വരും. ഒരു സന്ദേശം വരും. ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ആ ഒരു ബന്ധം. ആ ഒരു ഭേദം. ഇനി ഒരു പുതിയ ആരംഭം ഉണ്ടാകും. ഈ ഒരു സംഭവം ഒരുതരം ഞെട്ടൽ ഉണ്ടാക്കും. പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം ആയിരിക്കും ഇത്. ഒരു ദൈവ ഇടപെടൽ പോലെ ആയിരിക്കും ഇത്. രണ്ടാം ഘട്ടം. രണ്ടാം സംഭവം. ഒരു ധനഭാഗ്യം ഉണ്ടാകും. ഒരു അപ്രതീക്ഷിത ധനം ഉണ്ടാകും. ഒരു ബോണസ്. ഒരു ഇൻക്രിമെന്റ്. ഒരു ഓഹരി ലാഭം. ഒരു ലോട്ടറി ഒഴിവ്. ഒരു ഗിഫ്റ്റ്. ഒരു ദാനം. ഏതോ ഒരു രൂപത്തിൽ ഒരു അപ്രതീക്ഷിത ധനം ഉണ്ടാകും. ഈ ഒരു ധനം ഒരു ചെറിയ തുക ആകാം, ഒരു വലിയ തുക ആകാം. അത് ഓരോരുത്തരുടെയും ഗ്രഹദശ അനുസരിച്ചിരിക്കും. പക്ഷേ ഒരു ധനലാഭം ഉണ്ടാകും. ഇത് തീർച്ചയാണ്. ഈ ഒരു ധനം ഒരു ആരംഭ ബിന്ദുവാണ്. ഇനി ഒരു ധന ഉദ്ഗമം ആരംഭിക്കുന്നു. മൂന്നാം ഘട്ടം. മൂന്നാം സംഭവം. ഒരു ആത്മബോധം ഉണ്ടാകും. ഒരു ദൈവദർശനം ഉണ്ടാകാം. ഒരു ഉറക്കത്തിൽ ഒരു സ്വപ്നം ഉണ്ടാകാം. ഒരു ക്ഷേത്ര ദർശനത്തിൽ ഒരു ആന്തരിക ഉണർവ് ഉണ്ടാകാം. ഒരു ഗ്രഹചൈതന്യം ഒരു ദൈവ ചൈതന്യം ആയി ഉള്ളിൽ ഇറങ്ങും. ആ ഒരു നിമിഷം, ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദൃഷ്ടിയിൽ കാണാൻ ആകും. ഒരു ഉത്തരം ഉണ്ടാകും. ദീർഘനാളായി ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? ആ ചോദ്യത്തിന് ഒരു ഉത്തരം ആ ഒരു ദൈവദർശനത്തിൽ ലഭിക്കും. ഇനി ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ ഉപദേശം. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു ഗ്രഹ ഊർജ്ജ ഘട്ടത്തിൽ, ഒരു ദൈവ ഉണർവ് ഉള്ള ഈ ഒരു കാലത്ത് ചിങ്ങം രാശിക്കാർ ഒരു ദൈവ ആരാധന ചെയ്യണം. ഒരു ദേവി ആരാധന, ഒരു ശ്രീ ലക്ഷ്മി പൂജ, ഒരു ശ്രീ സൂര്യ നമസ്കാരം. ഇവ ഈ ഒരു ഘട്ടത്തിൽ ഒരു ദൈവഫലം തരും. ആദിത്യ ഹൃദയം ചൊല്ലൂ. ഒരു ദീപം കൊളുത്തു. ഒരു ദൈവ ആലോചനയോടെ ദിവസം ആരംഭിക്കൂ. ഈ ഒരൊറ്റ ശീലം, ഈ ഒരൊറ്റ ആചാരം ഗ്രഹദോഷങ്ങൾ മാറ്റും. ഗ്രഹ ഊർജം ശക്തിപ്പെടും. ഒരു കാര്യം കൂടി, ഒരു ദൈവ ചൈതന്യ ഘട്ടത്തിൽ ഒരു അഹങ്കാരം ഉണ്ടാകരുത്. ഒരു ഇറക്കം ഉണ്ടാകരുത്. ഒരു ദുർമൊഴി ഉണ്ടാകരുത്. ഗ്രഹഭഗവാൻ ഒരു ഹൊന്നത്യം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ആ ഹൊന്നത്യം ഒരു ഹൃദയശുദ്ധിയോടെ ഉപയോഗിക്കണം. ഒരു ദൈവഭക്തി ഉണ്ടെങ്കിൽ, ഒരു ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ, ഒരു ദൈവ ചൈതന്യ ഊർജം ഉണ്ടെങ്കിൽ, ഒരു ഗ്രഹഭഗവാൻ ഒരിക്കലും ഒരു ചിങ്ങം രാശിക്കാരനെ ചിങ്ങം രാശിക്കാരിയെ ഒരു ദ്രോഹം ചെയ്യില്ല.